സർവജ്ഞാനത്തിനുറവിടമാം ദേവാനി നിന്റെ ജ്ഞാനത്താൽ എന്നെ സ്വാഗതം ഞാൻ ചെയ്യും കർമ്മങ്ങൾ. കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ അവർ മഹനീയമായ ഈ ചടങ്ങ് ഉദ്ഘാടനം സംഘടിപ്പിച്ചിട്ടുള്ള കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ശ്രദ്ധിക്കാനുള്ളത്. അതിന് വളരെയേറെ സന്തോഷം. അതിന് ആ സ്കൂളിന്റെ പേരിലും തന്നിട്ടുള്ള ഈ ഫണ്ടിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നഗരസഭയുടെയും സ്കൂളുകളുടെയും പേരിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ MLA-യും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള GR അനിൽ സാറാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അവർകളാണ്. നമുക്കറിയാം, കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റതാക്കുന്നതിനും അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ എനിക്കങ്ങനെ ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. പിന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, പിന്നെ അനിയന്മാരെ, പെങ്ങന്മാരെ, പിന്നെ എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടണമെന്ന് ആഗ്രഹിച്ച് പഠിച്ചതാണ്, പക്ഷെ കിട്ടിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉന്നത വിദ്യാഭ്യാസം നേടിയ, അല്ലെങ്കിൽ 10 A+ വാങ്ങി, +2-നായാലും എല്ലാ A+ വാങ്ങി ഉയർന്ന വിദ്യാഭ്യാസം നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. പക്ഷേ A+ വാങ്ങിയില്ലെങ്കിലും ഇതുപോലൊക്കെ ആദരം കിട്ടും എന്നെനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ അച്ഛനും അമ്മയും ചിലപ്പോൾ പ്രൗഡായത് ഈ ഒരു പടത്തിൻ്റെ ഇതിലായിരിക്കും. കാരണം ഞാൻ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സ്റ്റേജിൽ നീ പഠിച്ചാൽ മാത്രം മതി, നീ വേറൊരു വഴിക്കും പോകണ്ട, നീ വേറൊന്നും തിരിയണ്ട, നീ പഠിത്തം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇവിടെ വന്നിരുന്നൊരു ആദരം ഏറ്റുവാങ്ങാനൊന്നും കാണത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പഠിത്തത്തോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോവുക. എന്നെങ്കിലും ഒരു നാൾ ആരെങ്കിലുമൊക്കെ അംഗീകരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം. ആദ്യമേ തന്നെ പറയാൻ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അപ്പം ഞാനും ഇതേപോലെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയൊരു ആളാണ്. അപ്പം എനിക്ക് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ അറിയില്ല, നിങ്ങളുടെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് മനസ്സിലാക്കാം. കാരണം നിങ്ങളുടെ പാരൻസിനെ ഏറ്റവും കൂടുതൽ പ്രൗഡാക്കുന്ന ഒരു സമയമായിരിക്കും അത്. അപ്പം എനിക്ക് എന്നെപ്പറ്റി ആദ്യമായിട്ട് എൻ്റെ വീട്ടുകാർ പ്രൗഡായത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് മാത്രമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പം എന്തോ അറിയില്ല. അപ്പോൾ എൻ്റെ അമ്മ ഇതുപോലെ ജോലി സ്ഥലത്ത് ലഡ്ഡു വാങ്ങിച്ചു കൊടുക്കുന്നു, അച്ഛൻ ഇതുപോലെ ആരൊക്കെയോ വിളിക്കുന്നു, അച്ഛനെ ഇങ്ങോട്ട് ആൾക്കാർ വിളിക്കുന്നു, മോനെ ഫുൾ A+ ആണല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ
ആ സമയത്ത് എനിക്ക് നമ്മുടെ പാരൻസിനെയൊക്കെ ഓർക്കുമ്പോഴേക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാം. അപ്പോൾ അത് എൻജോയ് ചെയ്യുക, മാക്സിമം എൻജോയ് ചെയ്യുക. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ജീവിതത്തെ സീരിയസ് ആയിട്ട് കാണുക, സ്വപ്നം കാണുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പം ഈ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാവരും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.